ശ്രീ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള ചൂഷണം ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്നാണ് സൂചനകൾ. അതായത് ദൈനിക് ഭാസ്കറിൻ്റെ ഒരു ലേഖകൻ ബംഗ്ലാദേശിൽ നേരിട്ടെത്തി അദ്ദേഹം അവിടെ നിന്ന് നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ അഡ്വൈസറൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഹിന്ദുക്കൾക്കെതിരെയുള്ള ചൂഷണം അത് ക്രമാനുഗതമായി കൂടി വരുന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ? ദൈനിക് ഭാസ്കറിൻ്റെ വൈഭവ് പാൽനിക്കർ എന്ന ലേഖകൻ എന്നെ അവർ ബംഗ്ലാദേശിലേക്ക് അയച്ചിട്ടുണ്ട്. ദൈനിക് ഭാസ്കർ വലിയ ഹിന്ദി പത്രമാണ്, ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള ഭാഷാപത്രവുമാണത്. അപ്പോൾ അവർ ദൈനിക് ഭാസ്കർ ഇപ്പോൾ എല്ലായിടത്തും സഞ്ചരിച്ചിട്ട് ബംഗ്ലാദേശിൽ ധാക്കയിൽ മാത്രമല്ല സഞ്ചരിച്ചിട്ട് പറയുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഹിന്ദുക്കളിൽ നിന്ന് എക്സ്റ്റോർഷൻ പിടിച്ചുപറി, ഇത്ര രൂപ തരണം അല്ലെങ്കിൽ മക്കളെ തട്ടിക്കൊണ്ടുപോകും, ഇത്ര രൂപ തരണം അല്ലെങ്കിൽ കട നശിപ്പിക്കും, ഇങ്ങനെ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ചൂഷണം, പിടിച്ചുപറി, തട്ടിപ്പറി. അപ്പോൾ ഇത് അതിൽ ഉപമിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഗൾ ഭരണകാലത്തൊക്കെ ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് നികുതി ഏർപ്പെടുത്തിയിരുന്നു ചില മുഗൾ രാജാക്കന്മാർ. ജസിയ എന്ന് പറയും. അപ്പോൾ ഈ അത് ഹിന്ദുക്കൾക്ക് മാത്രമായിട്ടുള്ള നികുതിയാണ്. അപ്പോൾ അങ്ങനെ ഹിന്ദുക്കൾക്ക് അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല. ഈ പരോക്ഷ നികുതി എന്ന് പറയാം. വേറൊരു തരത്തിൽ ഈ ചോദിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക്, BNPക്കാർക്ക്, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്കാർക്കൊക്കെ പൈസ കൊടുത്താലേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. കട നടത്തുന്നതൊക്കെ ആലോചിക്കാൻ പോലും പറ്റില്ല. ഇതാണ് അത്തരം റിപ്പോർട്ടുകളിൽ പറയുന്നത്. അപ്പോൾ ഈ ലേഖകൻ സംസാരിച്ച ആളുകളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇന്ത്യയുടെ വിസ വേണം, ഞങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരണം, ഇനി വിസ തന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും അതിക്രമിച്ച് അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വരും എന്നാണ് അവർ പറയുന്നത്. ഈ ബംഗ്ലാദേശിലെ ജനസംഖ്യ 17 കോടിയാണ്. 17 കോടിയിൽ 1.35 കോടിയാണ് ഹിന്ദുക്കളുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 1.5 കോടിയോളം ഹിന്ദുക്കൾ അവിടെ ഉണ്ട്. ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലങ്ങൾ ഗോപാൽഗഞ്ച്, അവിടെ ജനസംഖ്യയുടെ 26% ഹിന്ദുക്കൾ, ഏറ്റവും കൂടുതൽ അവിടെയാണ്. അത് കഴിഞ്ഞ് ഗോപാൽഗഞ്ച് കഴിഞ്ഞാൽ മൗലവി ബസാർ 24%, താക്കൂർഗാവ് 22%, ജസൂർ 20%. ഈ ജസൂറൊക്കെ ധാരാളം ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ക്ഷേത്രങ്ങൾക്കെതിരെയും ഒക്കെ ആക്രമണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ ജസോർ ജമാഅത്തെ ഇസ്ലാമിയുടെയും കോട്ടയാണ്, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെയും കോട്ടയാണ്, BNPയുടെ. അതാണ് ഈ ജസോറിൽ നിന്ന് ഹിന്ദുക്കൾക്കെതിരെ ധാരാളം ആക്രമണങ്ങൾ നടന്നതായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ജസോറിലാണ് ആ സംഗീതജ്ഞൻ രാഹുൽ ആനന്ദയൊക്കെ ആക്രമിച്ച ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ജസോർ എന്നാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പല ഹിന്ദുക്കളോടും ദൈനിക് ഭാസ്കർ സംസാരിച്ചപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹിന്ദു പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 15-ാം തീയതി എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ. ഓഗസ്റ്റ് 15-ാം തീയതി 10-12 ബൈക്കിൽ വീടിന് ചുറ്റും ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ വളർന്നു. അവരുടെ കയ്യിൽ ചുറ്റികയുണ്ടായിരുന്നു, കത്തികളുണ്ടായിരുന്നു, അരിവാളുണ്ടായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ 2 തവണ അവർ വീട്ടിലെത്തിയിരുന്നു എന്ന്, ഇയാളുണ്ടോ എന്ന് നോക്കിയിട്ട്. ഉണ്ടെങ്കിലല്ലേ ആക്രമിക്കേണ്ടതുള്ളൂ. അപ്പോൾ ആളുകൾ വന്നിട്ട് പിന്നെ ഇയാൾ ബന്ധുവീട്ടിൽ ഒഴിവിൽ കഴിയാണ്. ഇപ്പോൾ പേരൊന്നും വെളിപ്പെടുത്തരുതെന്ന് അയാൾ പത്രത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ആശ്രമത്തിൻ്റെ അടുത്ത് 2 ഹിന്ദുക്കൾ മീൻ വളർത്തുന്നുണ്ട്. അവരുടെ അടുത്ത് ചെന്നിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമി BNP ആക്ടിവിസ്റ്റുകൾ പറഞ്ഞു, 2-3 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ റാഞ്ചി കൊണ്ടുപോകും. 15,000 രൂപ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രത്യേകം കൊടുക്കാനും അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവരിപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ള സ്ഥലം കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങുക, എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ ജോലിയില്ല.
അതവസ്ഥ. ആ അവസ്ഥയാണ്. പുതിയതായിട്ട് ജോലിക്ക് എടുക്കുന്ന പ്രശ്നവും ഇല്ല. ഈ ഒരു ഫിഷ് ഫാം അതിൻ്റെ ഉടമ ഒളിവിലാണ് ഇപ്പോൾ, ഹിന്ദു ആയിട്ടുള്ള ഉടമ. കാരണം പണം കൊടുത്തില്ല എങ്കിൽ ഇയാൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന പശുക്കളെ മുഴുവന് എടുത്തുകൊണ്ട് പോകും, പിടിച്ചുകൊണ്ട് പോകും എന്ന് ഇയാൾക്ക് ഭീഷണി. BNP-കാർ ആണ് ഈ ഭീഷണിപ്പെടുത്തിയത്. ആ BNP-കാരെ അറിയാവുന്നവരുമാണ്, നേരിട്ട് അറിയാവുന്ന ആളുകളാണ് അവർ. ഇവിടെയൊക്കെ മാപ്പിളലകളെയൊക്കെ നടന്ന കാലത്തും അറിയാവുന്ന ആളുകളാണല്ലോ പല വീടുകളിലും ആക്രമിച്ചത് എന്ന് പറഞ്ഞ പോലെയാണ് അവിടുത്തെ അവസ്ഥ. അറിയാവുന്നവർ തന്നെ ഈ പിടിച്ചുപറിക്കും, അക്രമത്തിനും കൊള്ളയ്ക്കുമൊക്കെ വരികയാണ്. ഹിന്ദുക്കൾ പണം കൊടുക്കണം, സ്വർണം കൊടുക്കണം, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കൊടുക്കണം. ഇതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ധാരാളം ബലാത്സംഗങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ ഹിന്ദു പെൺകുട്ടികളുടെ. ഇത് പുറത്ത് പറയാൻ മടിയായതുകൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഒരുപാട് അക്രമങ്ങൾ പെൺകുട്ടികൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുതിയ അഡ്വൈസർ ഭരണത്തിൽ വിശ്വാസമില്ല, ജോലി കിട്ടില്ല ഈ അഡ്വൈസർ ഭരണത്തിൽ. പട്ടാളമോ പോലീസോ ഫലത്തിൽ അവിടെയൊന്നും കാണാനേ ഇല്ല. ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പോലീസ് ഓഫീസർമാർ ഹിന്ദുക്കളെ കണ്ടതായിട്ട് ഭാവിക്കുന്നേ ഇല്ല. പട്ടാളത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് പോലീസ് സ്റ്റേഷനുകൾ തന്നെ പ്രവർത്തിക്കുന്നത്. കാരണം പോലീസ് അവാമി ലീഗ്, നേരത്തെ ഭരിച്ചിരുന്ന അവാമി ലീഗിൻ്റെ ആണെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ട് പോലീസും അവിടെ അക്രമം നേരിടുന്നു. അപ്പോൾ ഹിന്ദു വീടുകളിൽ നിന്ന് ഇങ്ങനെ പിടിച്ചുപറി നടക്കുന്നു. ഒരു മഹാരാഷ്ട്രയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് തിരിച്ചു വന്ന ഒരു ഹിന്ദു വിദ്യാർത്ഥിയും ഈ ദൈനിക് ഭാസ്കറോട് സംസാരിച്ചിട്ടുണ്ട്, ധാക്കയിൽ നിന്ന്. അയാളുടെ വീട് ചിറ്റഗോങ്ങിലാണ്. പക്ഷേ അയാളും പറയുന്നത് ബംഗ്ലാദേശ് വിടുകയല്ലാതെ രക്ഷയില്ല. കാരണം അയാളോടും കുടുംബത്തിനോടും 5 ലക്ഷം രൂപ ചോദിച്ചു. 5 ലക്ഷം. അതാണിപ്പോൾ ജസിയ എന്ന് പറഞ്ഞ ഒരു മട്ടാണ് അവിടെ എന്ന് പറയുന്നത്. അവിടെയാണെങ്കിൽ നേരത്തെ 2 ഹിന്ദു കൗൺസിലർമാർ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ. ഇസ്കോണിൻ്റെ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു, കാളി ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു. ഹരാധൻ റോയ്, കാജൽ റോയ് എന്നിങ്ങനെ രംഗ്പൂർ സിറ്റി കോർപ്പറേഷനിൽ ഉണ്ടായിരുന്ന 2 കൗൺസിലർമാരെയാണ് കൊന്നത്. നോത്തുൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ കാളിക്ഷേത്രമാണ് ആക്രമിച്ചത്. അത് മൗലവി ബസാറിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഹിന്ദുക്കൾ കുറച്ച് കൂടുതൽ ഉള്ള സ്ഥലമാണത്. പിന്നെ ഹരാധൻ എന്ന് പറഞ്ഞ ഹരാധൻ റോയ് കൊല്ലപ്പെട്ട കൗൺസിലർ പരശുറാം താനയിലെ അവാമി ലീഗിൻ്റെ, ഇവർ രണ്ടുപേരും അവാമി ലീഗിൻ്റെ കൗൺസിലർമാരായിരുന്നു. അപ്പോൾ അവാമി ലീഗിൻ്റെ അങ്ങനെ 2 കൗൺസിലർമാരെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ധാരാളമായിട്ട് അവിടെ ഹിന്ദുക്കൾക്കെതിരായ അക്രമം നടക്കുന്നു. ശാന്തമായി ബംഗ്ലാദേശ് എന്നുള്ളത് ഒരു വെറുതെ പറച്ചിൽ, ഒരു ധാരണ മാത്രമാണ്. ധാക്കയിൽ കുറേ ആളുകളൊക്കെ കുറേ മേഖലകൾ ശാന്തമായിട്ടുണ്ടാകാം. അപ്പോൾ ഈ അവിടുത്തെ ഉള്ള ഹിന്ദുക്കളുടെ അടുത്ത് ഇപ്പോൾ ഈ സ്കൂളിൽ അല്ലെങ്കിൽ മറ്റ് പിന്നെ ബിസിനസ്, സർക്കാർ ജോലിയിലൊക്കെ ഉള്ളവരുടെ അടുത്ത് നിർബന്ധമായി രാജിവെക്കാനൊക്കെ ആവശ്യപ്പെടുന്നു. അത് ഞാൻ പറയാൻ വിട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജുകളിലെ അധ്യാപകരില്ലേ, ലെക്ചറർമാർ, പ്രൊഫസർമാർ, സർവകലാശാലകളിലെ അക്കാദമിഷ്യന്മാർ, ഇന്ത്യക്കാർ, ഹിന്ദുക്കൾ, ഇവരൊക്കെ രാജിവെച്ച് കഴിഞ്ഞു. കാരണം നിങ്ങൾ രാജിവെക്കണം എന്ന് ഇവർക്ക് തിട്ടൂരം കിട്ടിയിട്ട് ഇവരൊക്കെ രാജിവെച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ജഡ്ജി ഇന്ത്യയിലേക്ക് കഴിഞ്ഞ ദിവസം അതിർത്തിയിലെത്തിക്കഴിഞ്ഞപ്പോൾ അയാളെ വീണ്ടും പിടിച്ചുകൊണ്ടുപോയി, ജഡ്ജിയെ. പിന്നൊരു ഞാൻ വായിച്ചത് നമ്മുടെ അതിർത്തിയിൽ പല ഭാഗത്തും വേലികളില്ല. 4500 കിലോമീറ്റർ അതിർത്തിയുണ്ട് ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്ക്. അപ്പോൾ ഈ അതിർത്തിയിൽ ഈ വേലി ഇല്ലാത്തൊരു സ്ഥലത്ത് ഈ പശുക്കളെ അപ്പുറത്തെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് പശുക്കൾ മെയ്യാനൊക്കെ വരും. അപ്പോൾ ഒരു ഭാഗത്ത് ഇന്ത്യ ഈ വേലി കെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ BSF ഇല്ലേ, നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അതിർത്തി രക്ഷാസേനയും അപ്പുറത്തുള്ളവരുമായിട്ട് തർക്കങ്ങൾ, വലിയ ആക്രമണത്തിലേക്കൊന്നും പോയില്ല, പക്ഷെ തർക്കം ഉണ്ടായി എന്ന് ഞാനൊരു റിപ്പോർട്ട്
അതാണ് ഇപ്പം വാർത്ത വന്നതുപോലെ അവിടെ വേലി കെട്ടാൻ അനുവദിക്കുന്നില്ല, ഇരുമ്പ് വേലി കെട്ടാൻ ഇന്ത്യ ശ്രമിച്ചിട്ട് അനുവദിച്ചില്ല എന്ന് ഇന്നലെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. BSF പ്രശ്നം വരുന്നത് ഇന്നലെ തന്നെയാണ്. ഈ ജഡ്ജി അതിർത്തിയിൽ വന്നിട്ട് ഇന്ത്യയിലേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പലതരത്തിൽ ഹിന്ദുക്കൾ അവിടെ നിന്ന് പലായനം നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് മാത്രമല്ല അവിടെ ദോഷമുള്ളത്. അവിടെ എത്രയോ അവാമി ലീഗും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പത്രപ്രവർത്തകരും ഒക്കെ അവർക്കൊക്കെ പ്രദീപ് ഭൗമിക് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ് ക്ലബിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രദീപ് ഭൗമിക്കിനെയും ആക്രമിച്ച് കൊന്നിട്ട് വിളക്കുകാലിൽ തൂക്കി തലകീഴായിട്ട്. ചുരുക്കം പറയാൻ ബംഗ്ലാദേശിൽ നിന്ന് ഈ ഹൈന്ദവ സമൂഹത്തെ തുടച്ചു നീക്കാന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലേ? അത് എന്താന്ന് വെച്ചാൽ 1971 ഈ യുദ്ധകാലത്ത് ബംഗ്ലാദേശിന് വേണ്ടിയിട്ടുള്ള യുദ്ധകാലത്ത് ഞാൻ ബ്ലഡ് ടെലഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അത് ആ കാലത്ത് അവിടെ ജോലി ചെയ്തിരുന്ന ധാക്കയിലൊക്കെ ജോലി ചെയ്തിരുന്ന ഈ യുദ്ധമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു പത്രപ്രവർത്തകൻ പല ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുമൊക്കെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അവിടെ ഡിപ്ലോമാറ്റ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുമൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. ആ കാലത്ത് ഈ കിഴക്കൻ ബംഗാളിലെ 2.5 ലക്ഷത്തോളം ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ആ കാലത്തൊക്കെ നമ്മൾ ബംഗ്ലാദേശ് യുദ്ധം നടക്കുമ്പോഴൊക്കെ അത്യാവശ്യം എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. ആ കാലത്തൊക്കെ ഇങ്ങനൊരു വലിയ വംശഹത്യ അവിടെ നടന്നതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ കിഴക്കൻ ബംഗാളിൽ അന്നും ഇതുപോലെ തന്നെ സർവകലാശാല ധാക്ക സർവകലാശാലയിലും ഒക്കെ ഹിന്ദുക്കളുടെ കൂട്ടക്കൊല നടന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രൊഫസർമാരുടെ ഒക്കെ ഒരു സമാനമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇത്തവണ എന്താന്ന് വെച്ചാൽ അവാമി ലീഗുകാരായ മുസ്ലിങ്ങളെയും ധാരാളം മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടതിൻ്റെ പട്ടികയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഹിന്ദു കഴിഞ്ഞ കൊല്ലം മാക്രോൺ ഫ്രഞ്ച് പ്രധാനമന്ത്രി മാക്രോൺ വന്ന് സംഗീതജ്ഞൻ രാഹുൽ ആനന്ദ അദ്ദേഹം ആക്രമിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബാൻഡിലാണെങ്കിലും മുസ്ലിങ്ങളും ഉണ്ട്. ഒരു സെക്യുലർ ഗായകനാണ് അദ്ദേഹം, ഈ പറയുന്ന സെക്യുലർ ഗായകനാണ്. അപ്പോൾ അദ്ദേഹവും ഇങ്ങനെ ആക്രമിക്കപ്പെട്ടു. അവാമി ലീഗുമായി ബന്ധപ്പെട്ട ഒരു ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ അയാളുടെ മകൻ നടൻ ആക്രമിക്കപ്പെട്ടു. ഈ നടനാണ് മുജിബുർ റഹ്മാനെ അവതരിപ്പിച്ചിരുന്നത്. മുജിബുർ റഹ്മാൻ്റെ യൗവനവും കുട്ടിക്കാലവും ഒക്കെ പറയുന്ന ഒരു സിനിമയിൽ. അപ്പോൾ 2 തരത്തിലാണ്, ഹിന്ദുക്കൾ മാത്രമല്ല മറ്റവരും ആക്രമിക്കപ്പെടുന്നുണ്ട്. പക്ഷെ മറ്റവർക്ക് അവിടെ ജീവിച്ചു പോകാമായിരിക്കും. പക്ഷെ ഹിന്ദു എന്ന് പറഞ്ഞാൽ അവിടെ കടകൾ നടത്താൻ പറ്റില്ല, കച്ചവടം നടത്താൻ പറ്റില്ല, വ്യവസായം നടത്താൻ പറ്റില്ല. എന്തിന് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, പശുക്കളെ വളർത്താൻ പറ്റില്ല, ജോലി കിട്ടില്ല. ഇങ്ങനെയാണ്. ക്ഷേത്രങ്ങളാണെങ്കിൽ സംരക്ഷിച്ച് 24 മണിക്കൂറും നിലകൊള്ളണം. ഇതാണിപ്പോൾ ദൈനിക് ഭാസ്കറിൻ്റെ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നൊരു ചിത്രം. അത് ഇന്ത്യയിലൊക്കെ മുഗൾ ഭരണകാലത്തുമൊക്കെ പലപ്പോഴും ഹിന്ദുക്കൾ അനുഭവിച്ചിട്ടുള്ള കെടുതികൾക്ക് സമാനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ കാലത്തുമൊക്കെ അക്ബർ മഹാൻ എന്നൊക്കെ പലയിടത്തുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ആ കാലത്തുമൊക്കെ ഈ രജപുത്ര വനിതകൾക്കൊക്കെ കൂട്ടത്തോടു കൂടിയൊക്കെ സദ്യ അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ ആ കാലത്തുണ്ട്. ഇതുപോലെ അവിടെ ഹിന്ദു സ്ത്രീകളുമൊക്കെ ആക്രമിക്കപ്പെട്ടതായിട്ടുമൊക്കെ ഈ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ചിത്തോർഗഡിലുമൊക്കെ അക്ബറിൻ്റെ കാലത്തൊക്കെ ഒരുപാട് ഹിന്ദു സ്ത്രീകൾക്ക് ഇങ്ങനെ സതി അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട്, ആക്രമിക്കപ്പെട്ടിട്ട് ഭർത്താക്കന്മാരെ കൊന്നിട്ട് എന്നൊക്കെ. ചിത്തോർഗഡ് കോട്ടയുടെ അകത്ത് തന്നെ വലിയൊരു സംഭവം ആ കാലത്ത് ഉണ്ടായതായിട്ടൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.